So morning we were studying living things excrete. Excrete means they will put off the waste from the body. All living things in the body waste undagum. That may be in different forms. Then all the living things will excrete all those things from their body. Waste things എല്ലാം ബോഡിയിൽ നിന്ന് അവർ റിമൂവ് ചെയ്യും. നമ്മൾ പഠിച്ചതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലേ? Okay, next thing is living things respire. Respire means breathe. ഈ ജോയിൽ എന്താ എന്നെ മോനെ കേൾക്കുന്നില്ലേ? ജോയിലിന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ട കരയാൻ പോകുന്ന പോലെ തോന്നും. ഞാൻ വിചാരിച്ച എന്തോ കുഞ്ഞിന് കേൾക്കാഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ഓക്കെ, all living things will respire means all living things will breathe. We human beings, animals, plants and birds, insects, everything will breathe. എല്ലാം breathe ചെയ്യും, respire ചെയ്യും. Take a deep breath. There you breathe in, passes into our lungs. Here the oxygen in the air is absorbed and used by the body. Carbon dioxide is produced as waste. When you breathe out, this carbon dioxide is expelled from your body along with the unused air. This process is known as respiration. Breathing in and out is a part of respiration. So what is the meaning of respiration? Respiration പറഞ്ഞാൽ എന്താണ്? We all take oxygen. We will take the oxygen inside and the waste gas, including carbon dioxide and other gas, we will breathe out. This procedure is known as respiration. അതായത് നമ്മൾ ലൈക്ക് ദിസ് വേ, ഇങ്ങനെ നമ്മൾ ഡീപ്പ് ബ്രീത്ത് ആയിട്ട്, സാധാരണഗതിയിൽ ഡീപ്പ് ബ്രീത്ത് വേണ്ട, നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുകയും അതിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ അവർ ബോഡി വിൽ അബ്സോർവ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ അതർ ഗ്യാസസ്, mainly that is carbon dioxide, and will be removed or put off from our body through our breathing out. This procedure is known as റെസ്പിറേഷൻ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്ത് ശരീരത്തിന്റെ എല്ലാ പാർട്ടിലേക്കും എത്തുന്നു. ബാക്കി വരുന്ന മറ്റു ഗ്യാസസ്, അതിന് മെയിനായിട്ട് കാർബൺ ഡയോക്സൈഡ് ആണ് വരുന്നത്. ഇനി വേറെയും ഗ്യാസസ് ഉണ്ടാവും. ഇതിനെല്ലാം നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്ത് വേസ്റ്റ് പുറത്തേക്ക് കളയുന്നു. ദിസ് പ്രൊസീജിയർ ഈസ് നോൺ ആസ് റെസ്പിറേഷൻ, ശ്വസനം എന്നറിയപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ്, breathing in and breathing out is a part of respiration. Even plants also will have that respiratory system. Respiration will take place. The oxygen breathed in combines with the food that you digest and produces energy. Now always we are going on breathing, isn't it? നമ്മളിങ്ങനെ എപ്പോഴും 24 hours also we are breathing in and breathing out. അല്ലെ, നമ്മൾ ഉറങ്ങുവാണെങ്കിൽ പോലും the respiration system will be going on. Respiratory system will be working continuously even if we are sleeping. നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ പോലും നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പൊ ഇത്രയും ഓക്സിജൻ ഈ ബോഡിക്ക് ആവശ്യമാണോ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, ഷുവർലി. The oxygen that we take in is it will join with the food and it will help the food to be digested and to be absorbed by the blood and it will give energy also. നമ്മുടെ ബ്ലഡില് ഓക്സിജൻ കലർന്ന് നമുക്ക് എനർജി ഉണ്ടാകും. മനസ്സിലായി? നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാകും, ബ്ലഡിൽ ഓക്സിജന്റെ അളവ് കുറവായതുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി ICUലാക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇത്രയും ഓക്സിജൻ നമ്മൾ എടുത്തിട്ട് പിന്നെയും ഓക്സിജന്റെ അളവ് കുറവാകുമോ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ഓക്കെ, ഈ ആരോമിലൊക്കെ വന്നു അപ്പളേ പോയി, ഇവനൊന്നും അറ്റൻഡൻസ് ഞാൻ കൊടുക്കുകയില്ല. ഇതൊരു സ്ഥിരം പതിവായി മാറിയേക്കുവാണ്. Sri Vishnu, why did you off your video? Okay, Nijad, why did you off your video? ഇവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ശരി. വീഡിയോ ഓൺ ആക്കിയ നിജാദിന് കിട്ടുന്നില്ലേ? ബുദ്ധിമുട്ടുണ്ടോ? Yes, okay, ശരി. See, the oxygen breathed in combines with the. Now you okay? Okay, are you going after the class? ക്ലാസ് കഴിഞ്ഞിട്ടാണോ പോകുന്നത്? തന്നെയാണോ വന്നേ? എന്ത്? അതെ, ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ടില്ലേ പോകുന്നുള്ളൂ? ഓക്കെ, ശരി. ബുക്ക് താഴെ വെച്ചിട്ടുണ്ട്. ഓക്കെ,
Not textbook, notebook. Okay. Here Vasudev has been joined here from the school. Okay. ഓക്കെ, അപ്പം റെസ്പിറേറ്ററി സിസ്റ്റം എന്താണെന്ന് മനസ്സിലായി. നമ്മൾ ഇത്രയും ഓക്സിജൻ എന്തിനാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്? ഇറ്റ് വിൽ ജോയിൻ ദ ഓക്സിജൻ ദാറ്റ് വി ടേക്ക് ഇൻ വിൽ ജോയിൻ വിത്ത് ദ ഫുഡ് ആൻഡ് ഇറ്റ് വിൽ ഗീവ് ദ എനർജി ഫോർ അസ്. ബ്ലഡിലേക്കെല്ലാം ആയിട്ട് മൊത്തം അബ്സർവ് ആകുന്നു അല്ലേ, ബോഡിയിൽ മൊത്തമായിട്ട് നമ്മുടെ എനർജി തരുന്നതാണ്. സോ വൈ ഡു വി നീഡ് എനർജി? വി നീഡ് എനർജി ടു സ്റ്റേ അലൈവ്. എന്തിനാണ് എനർജി ആവശ്യമുള്ളത്? ടു സ്റ്റേ അലൈവ്, മരിച്ചു പോകാതെ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് എനർജി. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഒരു വൺ ഡേ ഇഫ് യു ആർ നോട്ട് വെൽ, ഇഫ് യു ഡിഡ്ന്റ് ടേക്ക് ഫുഡ് പ്രോപ്പർലി, വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? വി വിൽ ബി ടയേർഡ്, ഇസ്ന്റ് ഇറ്റ്? നമ്മൾ ക്ഷീണിച്ചു പോകും, മടുത്തു പോകും അല്ലേ? അപ്പം നമുക്ക് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഫുഡ് കഴിച്ചാൽ നമുക്ക് എനർജി കിട്ടുള്ളൂ. ആ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? നമുക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ജോലികൾ ചെയ്യാൻ പറ്റുള്ളൂ, സംസാരിക്കാൻ പറ്റുള്ളൂ, ഓടി നടക്കാനൊക്കെ പറ്റുകയുള്ളൂ. ഓക്കെ. Okay, next, we need energy to stay alive. The movement of our arms and legs, the blinking of our eyes and the beating of your heart uses energy. Nammade each and every action of our body need energy. Just to move our hands, legs, even to talk and to move from here to there, anywhere, and to speak to anybody or to blink our eyes, എല്ലാത്തിനും നമുക്ക് എനർജി ആവശ്യമാണ്. നമുക്കൊന്നും അറിയാമോ? രാവിലെ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു സുഖമില്ല, അസുഖം ബാധിച്ചു. ഇഫ് വി ഹാവ് നോട്ട് ടേക്കൺ ദ ഫുഡ് ഫോർ വൺ ഡേ, ബൈ ഈവനിങ് വി വിൽ ബി വെരി 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 ടയേർഡ്, ഇസ്ന്റ് ഇറ്റ്? നമ്മൾ വളരെ വളരെ ക്ഷീണിച്ചിരിക്കും. നല്ലപോലെ ഒരു പനിയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നമുക്ക് അമ്മ വിളിച്ചാലും അച്ഛൻ വിളിച്ചാലും ഒന്ന് വിളിക്കാൻ പോലും ചിലത് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും അല്ലേ? ബിക്കോസ് വി ഡോണ്ട് ഹാവ് എനർജി അറ്റ് ദാറ്റ് ടൈം, വെരി ലെസ് എനർജി വി ഹാവ്, ദാറ്റ്സ് വാട്ട്. സോ നമ്മുടെ ഓരോ ആക്ഷൻ, ഒരു കണ്ണടച്ച് തുറക്കുന്നതിന് പോലും നമുക്ക് എനർജി ആവശ്യമാണ്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒരു അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരിക്കും ചില സമയത്ത്, ഇഫ് യു ആർ ടു ടയേർഡ്. സോ we need energy to stay alive and the movement of our arms and legs, നടക്കാനും എന്ത് ചെയ്യുന്നതിനും, നമ്മുടെ കൈ കണക്കുന്നതിനും സംസാരിക്കുന്ന എല്ലാം. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ വളരെ ലൗഡ്ലി നമ്മൾ സംസാരിക്കും അല്ലേ, അതൊക്കെ ചെയ്യും. പക്ഷെ നമുക്കൊരു അസുഖം വന്ന് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസാരം പോലും മാറും. We can't speak properly. Then the heart beating, the blinking of our eyes, everything need energy. We use energy when we when we read a book, when we think and when you eat. ഇനി ജോലി ചെയ്യുന്നതിന് മാത്രമല്ല, ഈവൻ ടു തിങ്ക്, എന്തെങ്കിലും കാര്യം ഇങ്ങനെ ആലോചിക്കണമെങ്കിൽ പോലും, to write, to read, for everything we need energy. When you think and when you eat, oxygen is the primary need of all organisms. See, from this you can understand oxygen is the primary need to all living things. എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ ആണ് എല്ലാ ലിവിങ് തിങ്സിന്റെയും ഏറ്റവും ടോപ്പ് മോസ്റ്റ് നീഡ് എന്ന് പറയുന്നത്. We can stay alive without water for a few hours. നമുക്ക് കുറച്ച് മണിക്കൂറുകൾ വെള്ളം കിട്ടിയില്ല എങ്കിൽ പോലും we can stay alive. If you don't eat food 1 or 2 days, we can still stay alive. If you don't have house, we can stay for few years or for few months and all. But if you don't get oxygen, we can't stay alive for even 2 or 3 minutes. മനസ്സിലായോ? നമുക്ക് ഫുഡില്ലാതെ, വെള്ളമില്ലാതെ, വീടില്ലാതെ, ഡ്രസ്സില്ലാതെ, ഇതെല്ലാം പ്രൈമറി നീഡ്സുകൾ തന്നെയാണ്. ബട്ട് വെള്ളമില്ലാതെ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വേണേ നിൽക്കാം അല്ലേ? വി മേ നോട്ട് ഡൈ. ബട്ട് ഫുഡില്ലാതെ നിൽക്കാം, ഡ്രസ്സില്ലാതെ നിൽക്കാം, വീടില്ലാതെ നമുക്ക് അങ്ങനെ ഒരു 1-2 മാസമൊക്കെ വേണേ ജീവിക്കാം, വല്ല മരത്തിന്റെ ചോട്ടിലൊക്കെ കിടക്കാം അല്ലേ? പാമ്പും പഴുതാരും ഒന്നും വന്നില്ലെങ്കിൽ. ഓക്കെ. പക്ഷേ we cannot live alive without oxygen even for few minutes. കുറച്ച് മിനിറ്റുകൾ പോലും നമുക്ക് ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അണ്ടർസ്റ്റാൻഡ്? ചോല എന്തുവായി കാണിക്കുന്നേ? ഓക്കെ. സോ
So we say that oxygen is the primary, the topmost primary or the priority. Priority means ഏറ്റവും ടോപ്പ്, ഏറ്റവും മേളിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവർ പ്രൈമറി നീഡ്സ്. നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളത് എയർ ആണ്, ഓക്സിജൻ ആണ്. ഓക്കെ, അടുത്തോ. Oxygen is the primary need of all organisms, living organisms respire all the time. നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്രയും നാളും ഡേ ആൻഡ് നൈറ്റ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഇതുണ്ട്. ഇപ്പോൾ മോർണിംഗ് നമ്മൾ ഫുഡ് കഴിച്ചാൽ നമുക്കൊരു 10 മണിയാകുമ്പോൾ പിന്നെ വിശക്കൊന്നുമില്ല. വയറ് നിറച്ചും കഴിച്ചാൽ പിന്നെ ഒരു 12-1 മണി വരെ നമുക്ക് നിൽക്കാം. നമുക്ക് കഴിക്കാൻ തോന്നൂല അതിനിടയ്ക്ക്, അല്ലേ? അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ച് ചോറ് കഴിച്ചാൽ പിന്നെ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 4-5 മണി വരെയൊക്കെ ചായയൊന്നും കുടിക്കാതെ മീൻസ് നമുക്ക് കഴിക്കണം എന്ന് തോന്നുവല്ല, ബിക്കോസ് വി ആർ നോട്ട് ഹംഗ്രി. അതുകൊണ്ട് പക്ഷെ നമുക്ക് ഓക്സിജൻ ഇല്ലാതെ പറ്റത്തില്ല. ഈവൻ ഡ്യൂറിങ് ദ ഡേ, അതർവൈസ് ഡ്യൂറിങ് ദ നൈറ്റ് ഫുൾ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ ഈ പനി നടന്നുകൊണ്ടേയിരിക്കും, അല്ലേ? ജസ്റ്റ് ടു ഹോൾഡ് യുവർ നോസ് ലൈക്ക് ദിസ് വേ ഫോർ ഫ്യൂ മിനിറ്റ്സ്. ഹൗ ലോങ് ടൈം യു ക്യാൻ സ്റ്റേ, ബട്ട് യു ഷുഡ് നോട്ട് ഓപ്പൺ യുവർ മൗത്ത്. ജോയൽ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല, അവിടെ ഇരുന്ന് എന്തോ ബൈബിൾ വായിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. Just close your eyes. Sorry, eyes not nose. And mouth also. Mouth should not open. How? Aram is opening his mouth. How long time you can? Adira, how long time you will continue? Adira fail ആരായി. Hello. Just close your nose. Don't open your mouth. എത്ര സമയം പിടിച്ചിരിക്കാൻ പറ്റും? അഫ്രോസ് ഇതുവരെ വിട്ടില്ലേ? ഭയങ്കരമാണല്ലോ. നിജാദോ, ക്ലോസ് യുവർ നോസ് ഫോർ ഫ്യൂ മിനിറ്റ്സ്. ഡോണ്ട് ഓപ്പൺ ദ മൗത്ത്. മൗത്തിൽ കൂടെ ബ്രീത്ത് ചെയ്യാൻ പാടില്ല കേട്ടോ. അഫ്രോസ് ഇതുവരെ വിട്ടില്ലേ? അയ്യോ ഭയങ്കരമാണല്ലോ. ഓക്കെ, ജോയില് ഒരു കൈ കൊണ്ട് വായു അടച്ച് ഒരു കൈ കൊണ്ട് മൂക്ക് അടച്ചു പിടിച്ചു. How long time you can stay, my dears? പറ്റുന്നുണ്ടോ? ഒരു കുറച്ച് കൂടുതൽ സമയം നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു, നമുക്ക് എയർ കിട്ടാതെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ രാവിലെ പഠിച്ച പോലെ ഓട്ടോട്രോപ്സ് എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? രാവിലെ പഠിച്ചില്ലായിരുന്നോ? അങ്ങനെ ഓട്ടോട്രോപ്സ് അല്ല നമ്മൾ പറയുന്നത്, നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്തായാലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാ തുറന്നു വരും, അല്ലെ കൈ അറിയാതെ വിട്ടു പോയിരിക്കും, അല്ലേ? അപ്പം നിങ്ങൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, മറ്റേ സീൻ ഇൻ ഫിലിംസ് ആൻഡ് ഓൾ, സം പീപ്പിൾ ദേ if some villains and all, they will put some cloth or something like that around their nose. That means they won't allow them to breathe. അങ്ങനെ ശ്വാസം മുട്ടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. തലയണിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അവരുടെ മൂക്കിലും വായിലും ഒക്കെ വെച്ചിട്ട് ശ്വാസം മുട്ടിക്കുന്നത്. അപ്പൊ അവരെന്താ ചെയ്യുന്നേ? ഈ പിന്നെ എന്ന് വെച്ചാല് ഹലീമ, പിന്നെ ഇവര് ഈ ശ്വാസം മുട്ടുന്ന ആളെന്ത് ചെയ്യും? കയ്യും കാലും ഒക്കെ ഇട്ടിട്ട് അടിക്കും, അല്ലേ? ശ്വാസം മുട്ടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയുടെ ഒരു റെസ്പോണ്ട് ആണത്. ഓക്കെ, നൗ സോ ഓൾ ലിവിങ് ഓർഗാനിസം വിൽ respirate all through their life. When they will stop the breathing or respiration, when they will stop the respiration, they will be dead. എപ്പം നിർത്തുന്നോ റെസ്പിറേഷൻ അപ്പം അവര് മരിച്ചു പോകും. they are dead. Okay, all land animals breathe in oxygen from the air. See, we all are living on land. We breathe from the oxygen from the air. But how do the animals or aquatic animals breathe? എങ്ങനെ aquatic animals breathe ചെയ്യുന്നത്? They breathe the oxygen that is dissolved in water. വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ അക്വാറ്റിക് അനിമൽസ്, വെള്ളത്തിലെ എല്ലാ അനിമൽസും ബ്രീത്ത് ചെയ്യുന്നത്. We know that tortoise, sorry, frog, നിജാദ് നിജാദ് അവിടെ വലിയ കാര്യമായിട്ട് എന്തൊക്കെയോ ചർച്ച ചെയ്യുവാണ്. നിജാദേ, കേൾക്കുന്നില്ലേ? ഞാനെല്ലാം കേട്ടു നീ പറഞ്ഞത്. എന്തുവായിരുന്നു ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നേ നിജാദേ? Okay,
See, the aquatic animals breathe the oxygen from the water which is dissolved in water. വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഓക്സിജൻ ആണ് ഈ പറഞ്ഞ എല്ലാ അക്വാറ്റിക് അനിമൽസും ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു 6th-ലാണോ 5th-ലാണോ പഠിച്ചത്, വൈ ഡു വെയിൽസ് കംസ് ഓൺ ദി സർഫേസ് ഓഫ് ദി ഓഷ്യൻ ഓർ ദ വാട്ടർ, പഠിച്ചല്ലേ നിങ്ങളത്? എന്തിനാണോ വെയില്, ബ്ലൂ വെയിൽ മീൻസ് അല്ല, വെയിലുകളെല്ലാം വെള്ളത്തിന് മേളിലോട്ട് കയറി വരുന്നത് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ? ഇറ്റ് ഹാസ് ലങ്സ്, അതിന് ലങ്സ് ആണ്, ബട്ട് വെരി ബിഗ് ലങ്സ്. സോ വെൻ ഇറ്റ് കംസ് വൺസ് ഓൺ ദി ടോപ്പ് ഓഫ് ഓർ ദ സർഫേസ് ഓഫ് ദ വാട്ടർ, ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ഓക്സിജൻ ഇൻ ടു ഇറ്റ്സ് ലങ്സ്. Then it will go into deep into the water. It will breathe that oxygen. That body will make use that. Then when the oxygen is over, again it will come up on the top of the surface, and or of course carbon dioxide will be filled in the lungs. Now it will leave out the carbon dioxide from its body, and again it will breathe in a lot of oxygen. Again it will go into the water. നിങ്ങൾ ഈ ഷാർക്കിന്റെ ഒക്കെ ഇതിൽ കണ്ടിട്ടുണ്ടാവും, വെള്ളത്തിന് മേലോട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ട്, അല്ല വെയിൽ തന്നെ, വെള്ളത്തിന് മേലോട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ബ്ലം എന്ന് പറഞ്ഞിട്ട് കുറേ ബബിൾസ് വരുന്ന കാണാം അല്ലേ? കാർബൺ ഡയോക്സൈഡിനെ ഒക്കെ പുറന്തള്ളുന്നതാണ്. എഗെയിൻ അത് കുറേ ഓക്സിജൻ ബ്രീത്ത് ചെയ്തിട്ട് വീണ്ടും പോകും. അപ്പം frog usually it breathes through its gills in the water. വെള്ളത്തിലായിരിക്കുമ്പോൾ അതിന്റെ ഗിൽസ് ഉപയോഗിച്ച് വെള്ളത്തിൽ ഓക്സിജൻ വലിച്ചെടുക്കും. ബട്ട് വെൻ ഇറ്റ് ഈസ് ഓൺ ദി ലാൻഡ് ഇറ്റ് വിൽ യൂസ് ഇറ്റ്സ് ലങ്സ് ടു ബ്രീത്ത്. അത് മേളിൽ വരുമ്പോൾ, അതുപോലെ കരയിൽ വരുമ്പോൾ അതിന്റെ ലങ്സ് ഉപയോഗിച്ചിട്ട് അത് ബ്രീത്ത് ചെയ്യും. ഓക്കെ, so all land animals breathe in oxygen from the air. Animals like cows, dogs and birds breathe like us. നമ്മളെ പോലെ തന്നെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. The earthworm breathes through its skin. Earthworm doesn't have lungs and all. എന്താ നമ്മുടെ earthworm എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണിരയ്ക്ക് നമ്മളെ പോലെ ലങ്സും കണ്ണും മൂക്കും വായും ചെവിയൊന്നും ഇല്ല. അപ്പൊ അതെന്ത് ചെയ്യുന്നു? ത്രൂ ഇറ്റ്സ് മോയിസ്റ്റ് സ്കിൻ. നിങ്ങൾ earthworm-നെ കണ്ടിട്ടില്ലേ? ഈ earthworm-ന്റെ സ്കിൻ ഒരുമാതിരി എന്താ പറയുന്നത്, നനവുള്ള പോലെ. നമ്മൾ തൊട്ടിട്ടുണ്ടോ? നിങ്ങൾ തൊട്ടിട്ടുണ്ടോ? ഹാവ് യു ടച്ച്ഡ്? ഈ നിജാദ് എന്തോ അവിടെ ഇരുന്നത് ഏതെങ്കിലൊക്കെ കാണിച്ചു കൊടുക്കുക. ആരവിടെയുള്ള നിജാദേ? നിജാദ് മുത്ത, അവിടെ ആരാ ഉള്ളേ? അമ്മേനെ കാണിച്ചു കൊടുക്കാണോ ലെസൺസ് ഒക്കെ? എന്തുവാ പരിപാടി? ക്ലിയർ ഇല്ല, അതുകൊണ്ട് മിസ് അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. ക്ലിയർ ഇല്ലെങ്കിൽ ഒന്ന് വീഡിയോ ഓഫ് ചെയ്തേ, അപ്പൊ ക്ലിയർ ഉണ്ടാവുമോ? വീഡിയോ ഓഫ് ചെയ്ത് നോക്കിക്കേ, ക്ലിയർ കിട്ടുമെന്ന്. ഇപ്പം ക്ലിയർ കേൾക്കാം. ഓക്കെ, ഇനി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. അവിടെ ആരോ ഉണ്ട്, നീ അവരോടുമായിട്ട് കുറെ സമയം സംസാരിക്കുന്നത്. ഓൻ ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിക്കുമ്പത്തേ. ശരി, നെക്സ്റ്റ്. ഈ earthworm, we know that somewhat it is wet. ഒരുമാതിരി നമുക്ക് തണുപ്പ് തോന്നും, നനവുള്ള പോലെ തോന്നും അല്ലേ? It has moist skin. So earthworms breathe through its moist skin. Next, the earthworm breathes through its skin. The cockroach breathes through several holes in its body. ഈ കോക്രോച്ച് ഒക്കെ അതിന്റെ ബോഡിയിൽ സ്മോൾ ഹോൾസ് ഉണ്ട്, സ്പിറാക്കിൾസ് എന്ന് പറയും. So it breathes through the small holes in the body. Fish breathe the oxygen dissolved in water through their gills. ഫിഷ് വെള്ളത്തിലാണുള്ളത്. ഫിഷ് ബ്രീത്ത് ചെയ്യുന്ന ഓർഗന്റെ പേര് ലങ്സ് എന്നല്ല, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഗിൽസ്. ലൈക്ക് ദാറ്റ് വേ ഡിഫറെന്റ് അനിമൽസ് യൂസ് ഡിഫറെന്റ് ഓർഗൻസ് ടു ബ്രീത്ത്. Animals like almost all the animals use on the land, animals on the land use their lungs to breathe. The human beings, cow, dog, cat, all those things use their lungs to breathe. Then animals like earthworm use its moist skin to breathe, and animals like aquatic animals like fish use its gills to breathe, since it lives only in the water. But I said the whale use its lungs to breathe. That's what it often comes to on the top of or the surface of the water to breathe only. Next, another one, frog breathes. Frog breathes when it is on the land, it uses its lungs, and when it is in the water, it uses its gills. Okay, like this way,
In plants also, the process of exchange of gas take place through the tiny stomata in their leaves. ഇനി ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റൊമാറ്റോനെ കുറിച്ച് പഠിച്ചു. അത് സ്മോൾ ഹോൾസ് ആർ ദർ. വി കനോട്ട് സീ ദ സ്മോൾ ഹോൾസ്. നമുക്ക് പ്ലാന്റിന്റെ ലീഫിലുള്ള ചെറിയ ഹോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നല്ല. സ്മോൾ ഹോൾസ് ആർ ദർ. ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റൊമാറ്റോ. സോ പ്ലാന്റ്സ് റെസ്പിറേറ്റ് ത്രൂ ദിസ് stomata. You know that plants take in carbon dioxide for photosynthesis during the day and gives out oxygen. So നമുക്കറിയാം പകൽ സമയത്താണ് photosynthesis നടക്കുകയുള്ളൂ. Why? What is the reason for that? What is photosynthesis? Do you remember? We studied in the first lesson. What is photosynthesis? The process of which the plants make their food is called photosynthesis. Yes, very good. The process in which the plants take food or prepare their food with the help of carbon dioxide, water and sunlight. Okay. So only during the day photosynthesis take place, not during the night. Why? What is the reason for that? What is the reason for that, Giovanna? Because in the morning only they are getting the sunlight. Okay, during the day only they will get the sunlight. At night there is no sunlight, isn't it? Okay, so sunlight is must. It is necessary item to item for a photosynthesis. Since we do, plants do not get sunlight during night, photosynthesis will not take place at night. Okay, so we know that plants take carbon dioxide, that which we have breathed out. നമ്മൾ breathed out ചെയ്ത carbon dioxide ആണ് ഈ atmosphere ഉള്ളത് അല്ലേ? So plants take this carbon dioxide to do the photosynthesis and instead they will breathe out what? Oxygen. നമ്മളെ പോലെ നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. ബട്ട് പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ദേ വിൽ ബ്രീത്ത് ഔട്ട് ഓക്സിജൻ. സോ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കാം, നമ്മള് മനുഷ്യരൊന്നും ഇല്ലെന്നൊരിൽ കുറെ കാലം കഴിയും പ്ലാന്റ്സ് എല്ലാം നശിച്ചു പോകും. കാരണം അവർക്ക് ആവശ്യത്തിനുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാതെ വരും. ഇനി പ്ലാന്റ്സ് ഇല്ലെങ്കിൽ നമ്മളും മരിച്ചു പോകും. ബിക്കോസ് വി വിൽ നോട്ട് ഗെറ്റ് ഓക്സിജൻ. ഓക്കെ. Respiration in plants take place day and night. During the day, the amount of oxygen given out by them during the photosynthesis is more than the amount of oxygen used up in respiration. So during the day, plants supply oxygen to the air. And now photosynthesis will take place only during the day, but respiration will take it during day and night. മനസ്സിലായോ? അതായത് ഫോട്ടോസിന്തസിസ്, അതായത് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി പ്ലാന്റ്സ് ഡേയിലും നൈറ്റിലും നടത്തും. പക്ഷേ ഓൺലി ഡേയിൽ മാത്രം നടക്കും ഫുഡ് ഉണ്ടാക്കുന്നത്. അതായത് ഫോട്ടോസിന്തസിസ് സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് രാത്രി നടക്കത്തില്ല, ഓൺലി ഡേയിൽ. ബട്ട് റെസ്പിറേഷൻ, ബ്രീത്തിങ്, ശ്വസിക്കല്, അത് ഡ്യൂറിങ് ദ ഡേ ആൻഡ് നൈറ്റ് ബോത്ത് പ്ലാന്റ്സ് വിൽ ബി ഡൂയിങ് കണ്ടിന്യൂസ്ലി. പക്ഷേ അറ്റ് നൈറ്റ്, ഈ പകല് നമ്മളൊക്കെ ബ്രീത്ത് ഔട്ട് ചെയ്ത, അല്ലെങ്കിൽ ഡേയിലും നൈറ്റിലും ഒക്കെ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചത് റെസ്പിറേഷൻ നടക്കും, പിന്നെ അവർ ഓക്സിജൻ പുറത്തു വിടും. പക്ഷെ പകലാണ് കൂടുതൽ ഓക്സിജൻ പുറത്തു വരുന്നത്, കാരണം ഫോട്ടോസിന്തസിസ് കൂടി നടക്കുന്നത് കൊണ്ട്. അപ്പം ആക്ച്വലി ഡ്യൂറിങ് ദ ഡേ പ്ലാന്റ്സ് വിൽ സപ്ലൈ ഓക്സിജൻ ടു ദ എയർ, മോർ എയർ. നെക്സ്റ്റ് വൺ ഈസ് സ്പീഷ്യസ്. സ്പീഷ്യസ് മീൻസ് എന്താ അതിന് പറയുന്നത്? ഗണം, അതായത് ഒരു കൂട്ടം. ഇപ്പൊ നമുക്കറിയാം ഡോഗ്സ്, ദേ ആർ ഇൻ വൺ സ്പീഷ്യസ്. കാറ്റ്സ് എല്ലാം ഇപ്പൊ നമുക്ക് അതിന് കുറേതായ കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. both they have cats, dogs, cows, goat, all these have common features. Means they have 4 legs, then cow, goat, sheep and all eat only, they are vegetarians only, they will eat grass, leaves and all. അങ്ങനെ കുറേ common features ഉണ്ട്. But there are so many difference also. കുറേ ഡിഫറൻസും ഉണ്ട് അല്ലേ? Like that, you come across various kinds of organisms in your surroundings. Are they all alike? എല്ലാം ഒരുപോലെയാണോ? അല്ല. Cow is different from goat or buffalo. Buffalo is different from elephant. Elephant is different from lion. Lion is different from zebra. Like that way, all these animals are different from each others. A dog differs from a cat, and a cat from pig, and pig from goat.
Each kind of organisms, dog, cat, pig and goat has main individuals but are similar to each other. ഇനി നമുക്കറിയാം, നമ്മളിപ്പം പശുവിനെ എടുത്ത്, ഫോർ എക്സാമ്പിൾ കൗ. ഈ കൗവിൽ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ആർ ദർ, isn't it? Cows have different colors. Black cow is there, white color is there, brown color is there, spotted ones are there, like that. Different colors are there. Different size of cows are there. Some cows will grow tall. Tall means somewhat big size, big in size. Some will be not so big and all. Some will produce more milk. Some will produce very less milk. Like that way, cow will തന്നെ കുറേ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. എല്ലാം പാല് തരും, അതിൻ്റെ പുല്ല് തിന്നും, അങ്ങനെ അങ്ങനെ കുറേ ഫീച്ചേഴ്സ്, കോമൺ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? ഓക്കെ. സോ മെനി ഇൻഡിവിജ്വൽസ് വിച്ച് ആർ സിമിലർ ടു ഈച്ച് അതർ. ദീസ് ഇൻഡിവിജ്വൽസ് മേ ഡിഫർ സ്ലൈറ്റ്ലി ബട്ട് ദ ഫോം, ഹാബിറ്റ് ആൻഡ് ബിഹേവിയർ ആർ ഓൾമോസ്റ്റ് ദ സെയിം. ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാക്കാം, ഡിഫറെൻറ്റ് സൈസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കറിയാം, നിങ്ങളുടെ ഇവിടെയൊക്കെ ആരോമലൊക്കെ എന്ത് ചെയ്യുക? വെരി ആരോമൽ, ആരോമലിനൊക്കെ പട്ടി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് അല്ലേടാ? നീ പട്ടിയെ വാങ്ങിച്ചോ? ലാസ്റ്റ് ടൈം വെൻ യു കെയിം ടു സ്കൂൾ യു വർ ടെല്ലിംഗ്, ഓ വിച്ച് വൺ? ജർമ്മൻ ഷെപ്പേർഡ്? Labrador. Okay. How many rupees for that? 14. 14. 14. 14,000. 14,000. That's only I am asking. Not for 14 rupees. 14 രൂപയ്ക്ക് പട്ടീനെ കിട്ടത്തില്ലോ. 14,000 ആ 40,000 ആ? 14 അല്ലേ? 14 ലക്ഷം. സോറി, 1000. ഓക്കെ. 4,000. ഓക്കെ. ശരി. ഇനി ഈ ഡോഗ്സിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോഗ്സ് ആർ ദർ. ലാസ്റ്റ് ഇയർ ഞാൻ ഒരു ദിവസം ടി വിയിൽ കണ്ടായിരുന്നു ഡോഗ് ഷോ. ഒരു ഡോഗ് ഷോയുടെ കുറച്ച് പാർട്ടേ കണ്ടല്ലോ കേട്ടോ. അവിടെ ഏതൊക്കെ തരത്തിലുള്ള പട്ടികളാണ് വന്നേക്കുന്നതെന്ന് അറിയാമോ? ഡിഫറെൻറ്റ്. ചിലതിന് കുറേ നീളമായിട്ട്, കുറച്ചിന് പൊക്കമുള്ളത്, കുറച്ച് എന്താ ഹൈറ്റ് കുറഞ്ഞത്, കുറച്ച് എന്താ രോമമുള്ള പട്ടികൾ, കുറേ രോമങ്ങളുള്ള പട്ടികൾ, അങ്ങനെ ഡിഫറെൻറ്റ് മോഡൽ. പിന്നെ നമ്മുടെ ഇവിടെ കാണുന്ന, നമ്മുടെ റോട്ടിൽ കൂടെ ഇറങ്ങുന്ന സ്ട്രീറ്റ് ഡോഗ്സ് ഇല്ലേ, നമ്മൾ പറയുന്നത് തെണ്ടിപ്പട്ടി എന്ന് പറയുന്നത്, അങ്ങനത്തെ മുതൽ എന്തെല്ലാം സംഭവങ്ങളാണ് അല്ലേ? സോ ഈ പറഞ്ഞ പോലെ ഇപ്പം കൗവിൻ്റെയോ ഗോട്ടിൻ്റെയോ ഷീപ്പിൻ്റെയോ ഡോഗിൻ്റെയോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആർ ദർ. മീൻസ് ഡിഫറെൻറ്റ്, ദേ ആർ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. പല ഫോമുകളിൽ അവർ വ്യത്യസ്തമായിരിക്കും. ജോയിൽ ഇവിടെ ശ്രദ്ധിച്ചോണം മുത്തേ, ഇവിടെ ജോയിലേ. ഓക്കെ. അപ്പം അങ്ങനെ കുറച്ച് സാമ്യം അല്ല, അത് കുറേ ഒരു പട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പല 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 മോഡലുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്, പിന്നെന്താ വേറെ അതാ പറഞ്ഞോ, അതെ, പിന്നെ എന്താ അൾസേഷ്യൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പട്ടികളുണ്ട്. പിന്നെ നമ്മുടെ റോഡിൽ കൂടെ ഒക്കെ കാണുന്ന ഒരുപാട്, അതും തന്നെ ഡിഫറെന്റ് ഐറ്റംസ് ആണ് റെസിഡന്റ്. നമ്മൾ ഓടിച്ചിട്ട് കടിക്കുന്നുണ്ട്, നമ്മളെ കാണുമ്പോൾ പേടിച്ചു പോകുന്ന പട്ടികളുണ്ട്, അങ്ങനെ ഡിഫറെന്റ് ആർ ദ റെസിഡന്റ്. ഓക്കെ. എനിവേ ഇവിടെ പറയുന്നത് ലൈക്ക് ദിസ്, ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് ഒരേപോലത്തെ പട്ടി ഒരു സ്പീഷീസ്, പൂച്ച വേറൊരു സ്പീഷീസ്, അങ്ങനെ. ഓക്കെ. These individuals may differ slightly, but their form, habit, and behavior are almost the same. Such a group of similar living organisms is known as species. ഇപ്പൊ പ്ലാന്റിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, അനിമൽസിന്റെ മാത്രമല്ല പ്ലാന്റ്സിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഇനി മനുഷ്യരുടെ കാര്യം എടുത്തു നോക്കിയേ. നമ്മൾക്കറിയാം, നമ്മളൊക്കെ ദ്രാവിഡ വർഗത്തിൽപ്പെടുന്ന, അതായത് ബ്ലാക്ക് പീപ്പിൾ. ബ്ലാക്ക് മീൻസ് ഏഷ്യൻസ് എല്ലാം ബ്ലാക്ക് പീപ്പിൾ എന്ന് പറയുന്നത്. മീൻസ് കംപ്ലീറ്റ് ബ്ലാക്ക് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ബട്ട് ബ്രൗൺ കളർ. അതായത് നമ്മൾ നോട്ട് സോ ഫെയർ, നോട്ട് സോ വൈറ്റ് പീപ്പിൾ, നോട്ട് സോ ബ്ലാക്ക് ഓൾസോ. നമ്മളെ ഏഷ്യൻ പീപ്പിൾ അങ്ങനെ കംപ്ലീറ്റ് ബ്ലാക്കും അല്ല, ഒരിക്കലും വൈറ്റും അല്ല. അപ്പൊ നമ്മൾ പറയുന്ന ഏഷ്യൻ പീപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ദ്രാവിഡ ഇതിലേക്ക് പെടുന്നതാണ്. ബട്ട് ഇഫ് യു ഗോ ടു അമേരിക്ക, ലണ്ടൻ ഓർ ലൈക്ക് ദാറ്റ് വേ ടു ഫോറിൻ കൺട്രീസ്, there are those people are very 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 fair. They are known as white people അല്ലേ? നമ്മളെ പോലെ മനുഷ്യർ തന്നെയല്ലേ അവര്? കാലും കൈയൊക്കെ ഇല്ലേ അവർക്ക്? അവരും ഭക്ഷണം കഴിക്കുന്നില്ലേ? ആർ ദേ നോട്ട് ബ്രീത്തിങ്? ആർ ദേ നോട്ട് സ്ലീപ്പിംഗ്? എല്ലാം നമ്മളെ പോലെ, പക്ഷെ അവരുടെ കളറിന് വ്യത്യാസം. their hair is not black, somewhat white or brownish color, golden color and all. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ജാപ്പാനിലേക്ക് പോയാലോ, ചൈനയിലോട്ട് പോയാലോ, they are also entirely different from us.
They are short. ചൈനക്കാരുടെ നീളത്തിലായിരുന്നു. കണ്ണും മൂക്കും മൊത്തം എല്ലാം ഡിഫറെന്റ് ആണ് അല്ലേ? Like this way, different types of human beings also are there. But we are having same characters. Characters means here behaviors. We all eat, we all breathe, we all sleep, we all talk, we all sing, we all will dance. അതൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ some difference are there, isn't it? So human beings are belonging to one species. Dogs, ഈ പറഞ്ഞ എല്ലാ ഡോഗ്സുകളും, എനിക്ക് പേരൊന്നും അറിയത്തില്ല, ഡോഗ്സ് എല്ലാം one species. Cats also are in one species. നമ്മുടെ ഇവിടുത്തെ പോലെ ആയിരിക്കില്ല ചിലപ്പോൾ വേറെ സ്ഥലങ്ങളിലെ ക്യാറ്റ്സിന് കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ടാകും. ഡിഫറെന്റ് ഗോട്ട്, ഷീപ്പ്, എല്ലാത്തിനും ഉണ്ടാകും ഡിഫറൻസ്. നിങ്ങൾ കണ്ടില്ലേ, പശുവൊക്കെ ആണെങ്കിലും വലിയ ഇതിനെ പോലെയൊക്കെ ഉള്ളതിനെ കണ്ടിട്ടില്ലേ ചിത്രത്തിലൊക്കെ, നമ്മുടെ ഇവിടെ ഇല്ലെങ്കിൽ പോലും. സമാർ നമ്മൾ നാടൻ പശു എന്ന് പറയുന്നത് സ്മോൾ വൺസ് ആയിരിക്കും അല്ലേ? Like that way, such a group of similar living organism is known as a species. The member of the species have similar body parts, live in the same habitat, eat the same kind of food, and reproduce among themselves. A horse will always produce horses. A horse never will reproduce a zebra's baby. A lion will never reproduce a tiger's baby. A cat will never reproduce a dog's baby. It will reproduce only cat's baby. Dog will reproduce only puppy. മനുഷ്യനാണേലും അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ, ലിവിങ് തിങ്സ് അങ്ങനെ തന്നെ. മാംഗോ ഒരിക്കലും ജാക്ക് ഫ്രൂട്ടിന്റെ പിന്നെ ബേബി പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യല. ജാക്ക് ഫ്രൂട്ടിൽ ഒരിക്കലും മാംഗോയും കഴിക്കത്തില്ല. അങ്ങനെ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ ചില നമ്മൾ മാവിന് തന്നെ പല പേര് പറയില്ല, കോമാങ്ങ, നാട്ടുമാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകൾ പറയല്ലേ. പക്ഷെ അതിനെല്ലാം ഉണ്ടാകുന്ന എന്താണ്? only mango, not coconut or jackfruit, isn't it? Okay. Eat the same kind of food and reproduce among themselves. A horse will always produce or reproduce only baby horse, and it cannot produce an elephant. A rose plant will always produce seeds from which only rose plant can grow. So a rose plant will never reproduce a hibiscus or marigold. It will produce only from that rose plant will get a new rose plant. മനസ്സിലായില്ലേ? എല്ലാ സ്പീഷീസിൽ പെടുന്ന ജീവികളും അതിൻ്റെ തന്നെ സ്പീഷീസിൽ പെടുന്ന സ്മോൾ വൺസിനെ ഓർ യങ് വൺസിനെ മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ ഇത്? പിന്നെ പശു ഒരിക്കലും എരുമയുടെ കുഞ്ഞിനെ പ്രസവിക്കത്തില്ല. എരുമ മാത്രമേ എരുമയുടെ കുഞ്ഞിനെ പ്രസവിക്കുള്ളൂ. എരുമ ഒരിക്കലും ലയന്റെ കുഞ്ഞിനെയോ ടൈഗറിന്റെ കുഞ്ഞിനെയോ പ്രസവിക്കില്ല. പക്ഷെ നമ്മളിങ്ങനെ സ്റ്റോറീസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, എരുമ പ്രസവിച്ചിട്ട് കുഞ്ഞിനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് വേണേൽ ലയനോ ടൈഗറോ ഒക്കെ നോക്കി വളർത്തി വലുതാക്കിയിട്ട് സ്റ്റോറീസിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. പക്ഷെ നോട്ടിന് അത് റീപ്രൊഡ്യൂസ് ചെയ്തതല്ല. ആ കുഞ്ഞിനെ അതിന്റെ സ്വന്തം അമ്മ തന്നെയാണ് റീപ്രൊഡ്യൂസ് ചെയ്തത്. ബൈ ചാൻസ് ഒക്കെ ഇങ്ങനെ സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. യെസ്റ്റർഡേ ഐ സോ എ വീഡിയോ, ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. വീഡിയോ മീൻസ് ആരോ ഇട്ടിരുന്ന ഒരു വീഡിയോ, വാട്സപ്പിലാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് തൃശ്ശൂർ, ഐ തിങ്ക് ഇൻ കേരള ഉള്ളി തൃശ്ശൂര്, വൺ ഡോഗ് വാസ് പുള്ളിങ് ദ റോപ്പ് ഓഫ് എ കൗ. 2 cows ആർ ദർ. 2 cows. ആ 2 കവിൻ്റെയും റോപ്പിനെ കടിച്ചു പിടിച്ച് വലിച്ചു കൊണ്ടുപോകുകയാണ് എന്ന് പറഞ്ഞാൽ അതിന് വിശദീകരണം കൊടുത്തിരിക്കുകയാണ്. ഇതൊരു സാധാരണ കാഴ്ച എന്ന് പറഞ്ഞാൽ എന്നും കാണുന്നതാണ്. എന്താന്ന് വെച്ചാൽ അവരുടെ ഓണറിന്റെ ഒരു ചേട്ടന്റെ പേര് പറഞ്ഞു, ഐ ഡോണ്ട് റിമെമ്പർ. ഹീസ് ഹാവിങ് വൺ സ്മോൾ ഷോപ്പ് ആൻഡ് ഹീസ് ഹാവിങ് 1 dog plus 2 cows. So that fellow is having lectinisms, that owner. Anyway, I don't remember his name. So he's having lectinum. So he cannot send these cows, or he cannot go with the cows to graze. മേയ്ക്കാൻ, പശുവിനെ മേയ്ക്കാൻ പോകാൻ ഈ മനുഷ്യന്റെ കാലിന് വേദന കാരണം പിന്നെ കടയില് പണിയെടുക്കേണ്ടതുകൊണ്ടും പറ്റില്ല. അപ്പൊ എവറി ഡേ മോർണിംഗ് ദിസ് ഡോഗ് വിൽ ഗോ വിത്ത് ദിസ് കൗ. ഇതിന്റെ കൂട്ടത്തിൽ പോകും. എന്നിട്ട് ഇതിന്റെ കയറ് പിടിച്ചിട്ടുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി. കയറ് കടിച്ചു പിടിച്ചുകൊണ്ട് വരുന്ന വീഡിയോ ആണ് ഞാൻ ഈ കണ്ടത്. അപ്പൊ ഇതിനെ കൊണ്ടുപോയി അവിടെ എവിടെയോ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒന്ന് പശുവൊക്കെ പുല്ല് തിന്നോളും. പിന്നെ ആഫ്റ്റർനൂൺ the dog will go around the field 2 times to make sure that there are no enemies for the cows. അതായത് ഉച്ചയാകുമ്പോൾ 2 തവണ ഗ്രൗണ്ടിന്റെ ചുറ്റും പോയി ഈ പട്ടി നോക്കും, ഈ പശുവൊക്കെ പുല്ല് തിന്നുന്നോർത്ത് മറ്റ് എനിമീസ് ഒന്നും ഇതിനെ അറ്റാക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആരും അതിനെ ഉപദ്രവിക്കുന്നില്ല എന്നുള്ളത്. അതിനുശേഷം ആഫ്റ്റർ ഈറ്റിംഗ് ഓർ ആഫ്റ്റർ grazing, it will
ബ്രിങ് ദ കൗസ്. ആ ടൗണിൽ കൂടെ അതിന്റെ കയറും പിടിച്ചോണ്ട് വരുന്ന വീഡിയോ ഞാൻ കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇറ്റ്സ് ബേബി. ഈ ഡോഗിന്റെ ബേബി അല്ല, അല്ലെങ്കിൽ ഈ ഡോഗ് പ്രസവിച്ചതല്ല, അല്ലെങ്കിൽ കൗ പ്രസവിച്ചതല്ല ഈ ഡോഗിനെ. മനസ്സിലായോ? ഓക്കെ. There are about 16 lakhs species of animals and 4 lakhs of species of plants in the world. ഏകദേശം നമ്മുടെ ഈ ലോകത്ത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 16 ലക്ഷം സ്പീഷ്യസ് ഓഫ് അനിമൽസ് ഉണ്ട്. നമുക്ക് എത്ര എണ്ണത്തിന്റെ പേര് അറിയാൻ പറ്റും? 16 ലക്ഷത്തിന്റെ പേര്, ഒരു 16 എണ്ണത്തിന്റെ പേര് അറിയാവോ? എത്ര എണ്ണത്തിന്റെ പേര് അറിയാൻ പറ്റും? നിങ്ങൾക്ക് അറിയാവുന്ന അനിമൽസിന്റെയും ബേർഡ്സിന്റെ ഒക്കെ ഒന്ന് പേരെഴുതി നോക്കൂ കേട്ടോ. എത്ര എണ്ണം ആകുന്നത്? ഇവിടെ 16 lakh ഉണ്ട്. ഓക്കെ. ആൻഡ് 4 lakhs ഓഫ് പ്ലാന്റ്സ് ഓൾസോ, സ്പീഷ്യസ് ഓഫ് പ്ലാന്റ്സ്. നമുക്ക് ആകെ കുറച്ച് മരത്തിന്റെ പേരറിയാം പ്ലാന്റ്സിന്റെ, അല്ലേ? പ്ലാവ്, മാവ്, തെങ്ങ്, കവുങ്ങ്, അങ്ങനെ റബ്ബർ, അങ്ങനെ ഒരു 10-15 എണ്ണത്തിന്റെ പേരറിയാം. 4 lakhs of species of plants are there. അപ്പൊ ഈ ഒരു സ്പീഷ്യസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാത്തരം മാവും പെടും, എല്ലാത്തരം തെങ്ങും പെടും, എല്ലാത്തരം പ്ലാവും പെടും. വരിക്കപ്ലാവ്, കൂഴപ്ലാവ്, തേൻവരിക്ക, മറ്റവരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വരിക്കകളുടെ ഒക്കെ പേര് പറഞ്ഞേക്കാവല്ലോ. എല്ലാം അതിൽ പെടും. ഓക്കെ. ഓഹോ, ലെസൺ ഈസ് ഓവർ. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് നൗ. നമ്മുടെ ക്ലാസ് തീരാനായി. മിസ്, നമ്മുടെ 6th ലെസണിന്റെ ഇന്ന് തരാം മോളെ. എനിക്കറിയാം, ഞാൻ അത് തന്നിട്ടില്ല. ഇന്ന് തരാം. എന്റെ ഹലീമ ഉണ്ട് ഇവിടെ. ഹലീമ ഇവിടെ കയറിയായിരുന്നല്ലോ, പോയോ? ഹലീമ മോളെ ഏത് ലെസന്റെ ആയിരുന്നു ചോദിച്ചത്? എന്നോട് നോട്ട് ഇട്ട് തരാൻ പറഞ്ഞത്. 5th ലെസന്റെ നോട്ട് ഞാൻ തന്നതല്ലേ? ഇനി 6th അല്ലേ തരാനുള്ളത്? അല്ലേ? ഞാൻ ചോദിക്കുന്നു. എനിക്ക് എൻ്റെ ഫോൺ പോയതുകൊണ്ട്, ഫോണിലുണ്ടായിരുന്ന സകലതും പോയി. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല, ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഡിഡ് ഐ ഗീവ് ദ ആൻസേഴ്സ് ഓഫ് 5th ലെസൺ? ആതിര ആൻഡ് ഓൾ എന്തേലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഞാൻ 5ാമത്തെ പാഠത്തിന്റെ ഉത്തരങ്ങൾ തന്നതാണോ? 5th ലെസൺ തന്നതാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഇനി 6th-ഉം 7th-ഉം അല്ലേ തരേണ്ടത്? ഹലീമ, എൻ്റെ കയ്യിലില്ല, എൻ്റെ ഫോൺ പോയി, ഫോൺ മാറി. അപ്പൊ അതിനകത്തുണ്ടായിരുന്ന, വാട്സപ്പിലുണ്ടായിരുന്ന എല്ലാം പോയി. അപ്പൊ ഇനിയിപ്പോൾ അത് കിട്ടാനൊരു വഴിയില്ല. ആദ്യമെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാമോ? 5th ലെസന്റെ ആൻസേഴ്സ് ഞാൻ ഇട്ട് തന്നത് സ്റ്റാർ ചെയ്ത് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോണിലെങ്ങാനും ഉണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിലേക്ക് റീസെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ റീസെൻഡ് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ തന്നിനും. ഏത് ലെസന്റെ? ഏത് ലെസന്റെയാ മിസ്? 5th ലെസന്റെ തന്നിരുന്നു ക്വസ്റ്റ്യൻ ആൻസർ. 5th-ന്റെ തന്നു. ഇനി 6th-ന്റെയും തരണം. ഇപ്പം 7th-ന്റെ ആയി, അല്ലേ? അപ്പൊ ഇന്നും കൊണ്ട് എന്റെ ക്ലാസ് കഴിഞ്ഞ് നാളെയൊക്കെ ഫ്രീ ആണ്. നാളെ ഞാൻ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യേണ്ടതുകൊണ്ട് കുറെ സമയം എടുക്കും, അതാണ്. ശരി. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നാളെയും മറ്റന്നാളത്തെയും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ആർക്കാ? ആരോമല്ല. അത് മോന്റെ ക്ലാസ്സിന് എടുക്കുന്ന ആ സബ്ജക്ട് ടീച്ചറിന് ഒരു വോയിസ് വിട്ടാൽ മതി കേട്ടോ. നാളെ ഏതൊക്കെയാ ക്ലാസ് ഉള്ളത്? സോഷ്യലാന്ന് തോന്നുന്നു, അല്ലേ? സോഷ്യൽ മലയാളം. GK ആൻഡ് മലയാളം. ആ ടീച്ചേഴ്സിന് ഓക്കെ, ആ ടീച്ചേഴ്സിന് ഒരു വോയിസ് വിട്ടാൽ മതി കേട്ടോ. ഞാനിപ്പം നാളെ വരുന്നില്ലോണ്ട് ഞാൻ അറിയുന്നില്ല. നിങ്ങൾ ആബ്സെന്റ് ആകുന്ന ദിവസം എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ആബ്സെന്റ് ആകേണ്ടി വന്നാൽ നിങ്ങൾ ആ ക്ലാസ് എടുക്കുന്ന ടീച്ചറിനോട് പറയണം. പോയോ കേട്ടോ? ഓക്കെ, ബൈ ദെൻ.